പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മയിൽ ഹൈവിഷൻ്റെ നാടകം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നാടകങ്ങളെ ഇളക്കിമറിച്ച ഒരു ഭൂതകാലമുണ്ടായിരുന്നു നമ്മൾക്ക്. എന്നാൽ ഇന്ന് കാലം മാറിയപ്പോൾ നാടകങ്ങൾ നാടു നീങ്ങുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ പോലും നാടക പ്രവർത്തകരുടെ കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരികയാണ്. ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലേക്കാണ് ഇന്ന് നാടകം ക്യാമറ തിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഇത് കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്തിലെ മയ്യിൽ നാടകക്കൂട്ടം എന്ന നാടക സമിതിയുടെ പ്രവർത്തകരാണ്. അതെ. ഗണേഷ് ബാബു CC, അജിത്ത് OM. ഗണേഷ് ബാബു ഈ കാണുന്ന ചില പ്രേക്ഷകർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ഗൾഫ് നാടുകളിൽ വളരെ വർഷം ജോലി ചെയ്തതാണ്. അവിടെ നാടക പ്രവർത്തനം വളരെ സീരിയസ് ആയി എടുത്ത് പ്രവർത്തിച്ച ആളാണ്. അജിത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളാണ്. ഏത് സ്കൂൾ? കൊടക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ, കാസർഗോഡ് ജില്ലയിൽ. ഈ നാടകക്കൂട്ടത്തിൻ്റെ മയ്യിൽ നാടകക്കൂട്ടത്തിൻ്റെ ആദ്യകാലത്തുള്ള പ്രവർത്തകരാണ് ഇവർ. ഇതിന് രൂപം കൊടുത്തതും ഇതിപ്പോഴും ചുമലിലേറ്റി കൊണ്ടുപോകുന്നതും ഗണേഷാണ് എന്ന് പറയാം. ഗണേഷ്, ഈ നാടകക്കൂട്ടം ഇപ്പോൾ 7 വർഷമായി അല്ലേ? എന്താണ് ഈ ഒരു മയ്യിൽ നാടകക്കൂട്ടം എന്ന ഒരു ഇത് രൂപപ്പെടുത്താൻ തോന്നിയത്? നമുക്കറിയാം, അനിയുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാലത്ത് ഗ്രാമീണ നാടകങ്ങൾ ഇവിടെ വളരെ സജീവമായിരുന്നു. ഇവിടെയുള്ള മയ്യിൽ പഞ്ചായത്തിലുള്ള പല വായനശാലകളും കൊല്ലത്തിൽ വാർഷികം എന്ന് പറഞ്ഞിട്ട് നാടകങ്ങൾ ചെയ്യുകയും പിന്നെ അത് പല വേദികളിൽ അവതരിപ്പിക്കുകയും ഉള്ള ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്ക് ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ KMR ഒക്കെ കുറ്റിക്കോലൊക്കെ ഇവിടെ എല്ലാവർക്കും സുപരിചിതരായിരുന്നു. അവരൊക്കെയാണ് നമ്മുടെ അന്നത്തെ ഇത്. അവരുടെ നിന്ന് കിട്ടിയ ഒരു ഊർജം കൊണ്ടാണ് ഞങ്ങൾ ഈ ഗ്രാമീണ നാടക വേദികളിൽ നമ്മളെ വളരെ സജീവമായിട്ട് ഇവിടെ നിൽക്കാനും അതിനുള്ള പ്രോത്സാഹനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രവാസ ജീവിതത്തിലെത്തിയപ്പോൾ ഇവിടെ കിട്ടിയ ഉള്ള ഇത് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് നാടകങ്ങൾ അവിടെയും ഈ സമാന മനസ്കരായ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതുപോലെ വായനശാലകളിലും ഗ്രാമീണ നാടക വേദികളിലും ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരുപാട് നാടകങ്ങൾ നമുക്ക് അങ്ങനെ ആ കൂട്ടായ്മയുടെ പുറത്ത് ചെയ്യാൻ പറ്റി. അവിടെ അബുദാബി നാടകോത്സവം വളരെ ഫേമസ് ആണ്. അതിന്റെ ആദ്യ തുടക്കം മുതലേ അതിനോട് സജീവമായിട്ട് അവരുടെ മത്സരങ്ങളൊക്കെ പങ്കെടുക്കാൻ ഞങ്ങളും കോളേജിലും ഇതുപോലെ ഗ്രാമങ്ങളിൽ നാടകങ്ങൾ അവതരിപ്പിച്ചു വരുന്ന ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പല വേദികളിൽ അവിടെയും നമുക്ക് നാടകം എന്നുള്ള ആ ഒരു ഇത് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റി. ഞാൻ ജോലി ചെയ്യുന്ന പ്രവാസി ഭാരതി റേഡിയോ നാടക മത്സരം നടത്തിയപ്പോൾ ഗണേഷിന്റെ നാടകം അതിലുണ്ടായിരുന്നു. അതെ. റേഡിയോ നാടകമായിട്ടും പിന്നെ സ്റ്റേജ് നാടകങ്ങളായിട്ടും. അപ്പോൾ നാട്ടിലുള്ള ഒരുപാട് കലാകാരന്മാർ, ഇവിടെയുള്ള പ്രശസ്തരായ നാടക സംവിധായകരും ഇവരെയൊക്കെ നമുക്ക് അവിടെ കൊണ്ടുവരാനും അവരുടെ നാടകങ്ങളിൽ ചെയ്യാനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാട്ടെ കൂടുതൽ നാടകങ്ങൾ അറിയാനും പഠിക്കാനും എനിക്ക് അവിടുന്ന് പറ്റി. അവിടുന്ന് ഈ ആൾക്കാരുടെ ആയിട്ടുള്ള സമ്പർക്കങ്ങളും അവരുടെ നാടകങ്ങൾ ചെയ്തതിന്റെ പരിചയത്തിന്റെ പുറത്ത് ഒരുപാട് നാടകങ്ങൾ കാണാനും പഠിക്കാനും പറ്റിയതിന്റെ പുറത്ത് എനിക്ക് തന്നെ സ്വന്തമായി നാടകങ്ങൾ ചെയ്യാനുള്ള ഒരു ഊർജ്ജം അവിടുന്ന് കിട്ടി. അങ്ങനെ നിരവധി നാടകങ്ങൾ അവിടുന്ന് സംവിധാനം ചെയ്യാനൊക്കെ ഒരു അവസരം അവിടുന്ന് കിട്ടി. അപ്പോൾ ഗൾഫിലെ നാടകങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് തിരിച്ചു വരുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഗണേഷ് ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം നാടകങ്ങളും വായനശാലകളൊക്കെ വളരെ സജീവമായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് അങ്ങനെയല്ല അവസ്ഥ. അതാണ് ഗ്രാമീണ നാടകങ്ങൾ ഏകദേശം ഒരു ഒറ്റപ്പെട്ട രീതിയിൽ മാത്രമേ നാടകങ്ങൾ പല ഭാഗത്തും ഉണ്ടാകാറുള്ളൂ. പണ്ട് ഇവിടെ നമുക്കറിയാം, മയ്യിൽ കേരളോത്സവമൊക്കെ നടക്കുന്ന സമയത്ത് ഒരു മയ്യിൽ പഞ്ചായത്ത് നിന്ന് മാത്രം 10, 12, 13 നാടകങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതൊക്കെ പോയി ഞാനൊക്കെ തിരിച്ചു വന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ ഈ കേരളോത്സവം അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു നാടകങ്ങൾ പോലും അവതരിപ്പിക്കാൻ മയ്യിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഞാൻ അന്നേരം മോഹൻ മാഷൊക്കെ ഉണ്ടായിരുന്നു. മോഹൻ മാഷ്, അജിത്ത്, ഇവരൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു ആശങ്ക ഞങ്ങളിങ്ങനെ പങ്കുവെച്ചു. ഇപ്പോഴത്തെ നാടകത്തിന്റെ ഒരു അവസ്ഥയും നമ്മൾ പണ്ട് ചെയ്ത കാലഘട്ടത്തെ ഇതിനെ കുറിച്ചെല്ലാം വെറുതെ ഒരു ചർച്ചയുണ്ടായി. അപ്പോ അജിത്ത് ഗണേഷ് ചർച്ച നടത്തിയപ്പോ എങ്ങനെയായിരുന്നു നിങ്ങൾ ഇതിലേക്ക് വന്നത്? പിന്നെ അത് നമ്മൾ ആ സമയത്ത് ആദ്യം അതിന്റെ ഒരു നാടക സ്നേഹികള് മയ്യിൽ പ്രദേശത്തുള്ളവരെ ആദ്യം കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നു. ആ ആദ്യത്തെ യോഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മയ്യിൽ സാംസ് ഹോട്ടലിൽ വെച്ചിട്ട് 10ഓളം പേര് വരുന്ന നമ്മൾ സംഘടിച്ചു. എന്നിട്ട് നമ്മൾ മയ്യിൽ നാടകക്കൂട്ടം എന്ന പേരിൽ ഒരു സമിതി ഇവിടെ രൂപീകരിക്കണമെന്നും അതുപോലെ അത് നമ്മളൊരു പ്രൊഫഷണൽ നാടകത്തിൽ നിന്ന് മാറിക്കൊണ്ട്
അമേച്ചർ നാടകങ്ങൾക്ക്, അതായത് അമേച്ചർ നാടകം എന്ന് ഉദ്ദേശിക്കുന്നത് നാട്ടിലെ നാടക കലാകാരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് വർഷം തോറും 1-2 നാടകങ്ങൾ നമ്മൾ അവതരിപ്പിക്കുക നമ്മുടെ വേദിയിൽ. അത് ലാഭം ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ നാടകം നടത്തി നമ്മളൊരു ലാഭം ഉണ്ടാക്കുകയോ വലിയൊരു സമിതി ഉണ്ടാക്കുകയോ എന്നുള്ള ലക്ഷ്യമായിരുന്നില്ല. നമ്മുടെ നാട്ടിലെ നാടക കലാകാരന്മാരെ, നാടക പ്രേമികളെ കൂട്ടായി ചേർത്തുകൊണ്ട് നമ്മുടെ മയ്യിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നാടക സംഘം ഉണ്ടാക്കുക. അതിന്റെ പേര് നമ്മൾ മയ്യിൽ നാടകക്കൂട്ടം എന്ന് പറഞ്ഞു. ഇപ്പോ 7 വർഷം മുൻപേ ആണ് ഇത്. 7 വർഷം മുൻപാണ് ഈ പേര് അവിടെ തന്നെ തീരുമാനിച്ചു. ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ, യോഗത്തിൽ തന്നെ നമ്മൾ മയ്യിൽ നാടകക്കൂട്ടം എന്ന പേര് തീരുമാനിച്ചു. അപ്പൊ ഇത് തീരുമാനിച്ച് നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് അതിപ്പം നിങ്ങൾ കുറച്ചു പേര് കൂടി ചേർന്ന് തീരുമാനിച്ചതാണ്. ഇത് പബ്ലിക്കിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയാണ് അവരിതിനെ കണ്ടത്? അതെല്ലാം നടക്കുന്ന കേസാണോ എന്ന രീതിയിലാണോ, അതല്ല പോസിറ്റീവ് ആണോ അല്ല നെഗറ്റീവ് ആണോ, കൂടിയാണോ? പോസിറ്റീവായിട്ടാണ് നമ്മള് ഇത് എല്ലാവരും നമ്മളെ സ്വീകരിച്ചത്. നമ്മൾ ആദ്യം മയ്യിൽ നാടകക്കൂട്ടം എന്ന് പേര് നമ്മൾ കൊടുത്തെങ്കിലും ക്രമേണ നമ്മൾ 2-3 നമ്മൾ യോഗങ്ങൾ പൂർത്തിയാകുമ്പോൾ കൊളച്ചേരി, കുറ്റിയാട്ടൂര്, മലപ്പട്ടം, നാറാത്ത് എന്നീ പ്രദേശങ്ങളിൽ നാടക പ്രേമികളും നാടക കലാകാരന്മാരും നമ്മുടെ ഒപ്പം ചേർന്നു. അതുവഴി 100ഓളം പേരുകൾ ഇതിന്റെ മെമ്പറായിട്ട് വന്നു. അപ്പം നമ്മൾ 2018 ഈ ആശയം രൂപീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യത്തെ ഒരു മയ്യിൽ നാടകത്തിന്റെ രൂപീകരണം, അതുപോലെ തന്നെ അതിന്റെ രൂപീകരണത്തിൽ ഒരു നല്ലൊരു നാടകം നമ്മൾ കളിക്കുക എന്നുള്ള നമ്മളൊരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തനം തുടങ്ങി. ആദ്യത്തെ മയ്യിൽ നാടകക്കൂട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രശസ്ത സിനിമാ നടൻ ഇന്ദ്രൻസ് ആയിരുന്നു. അന്ന് നമ്മൾ അവതരിപ്പിച്ച നാടകം ഹട്ടാമല. നാടകത്തിന് വന്ന ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ദ്രൻസിനെ തെരഞ്ഞെടുത്തത്. അതായത് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, കലാപരമായിട്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, നാടകത്തെ സ്നേഹിക്കുന്ന മനുഷ്യൻ, ആ രീതിയിലാണ് നമ്മൾ ഇന്ദ്രൻസിനെ അന്ന് നമ്മൾ സെലക്ട് ചെയ്തത്. ഏതാണ് ആദ്യ നാടകം? ഹട്ടാമല. അത് സംവിധാനം ചെയ്തത് ഗണേഷാണ്. അപ്പൊ ഗണേഷിലേക്ക് വരാം. എനിക്ക് തോന്നുന്നത് ഇതിപ്പോ 7ാമത്തെ നാടകമാണ് നിങ്ങൾ അടുത്ത ആഴ്ച കളിക്കാൻ പോകുന്നത്. അതെ. ഈ 6 നാടകങ്ങളും സംവിധാനം ചെയ്തത് ഗണേഷാണ് അല്ലേ? 6 നാടകം, 4 നാടകങ്ങൾ ഞാൻ സംവിധാനം ചെയ്തു. ഓക്കെ. അതിൻ്റെ അകത്ത് ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നത്, നമ്മൾ 7 നാടകങ്ങൾ എന്ന് പറയുമ്പോഴും നമ്മൾ ഏകദേശം 11 നാടകങ്ങളോളം കളിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ 11 നാടകങ്ങൾ ചെറിയ കുട്ടികൾക്കുള്ള കുറെ നാടകങ്ങൾ നമ്മൾ കളിച്ചിട്ടുണ്ട്. അത് ഈ എണ്ണത്തിൽ നമ്മൾ പെടുത്തിയിട്ടില്ല. കുട്ടികളുടെ നാടക വാസനകൾ നമ്മുടെ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഉദ്ദേശം 4 നാടകം കുട്ടികൾക്ക് വേണ്ടി. ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ, അതായത് 6ാം വാർഷികത്തിൽ നമ്മൾ കഴിച്ചൊരു വലിയ നാടകമായിരുന്നു ദ്വീപ്. 1.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള ദ്വീപ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഒരു കുട്ടികളുടെ നാടകവും നമ്മൾ കളിച്ചിട്ടുണ്ട്. അത് ഈ എണ്ണത്തിൽ വന്നിട്ടില്ല. ഈ നാടകങ്ങളുടെ പേര് ഏതൊക്കെയാണ്? ഹട്ടാമല. നമ്മള് ആദ്യം 2018 നമ്മള് നാടകക്കൂട്ടം ഉദ്ഘാടനം ചെയ്തത്. അന്ന് കളിച്ച നാടകമാണ് ബാദൽ സർക്കാരിന്റെ ഹട്ടാമല നാട്ടിനുമപ്പുറം എന്നുള്ള നാടകം. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റത്തെ വർഷം ഇത് ചെയ്തു മുച്ചിട്ട് കളിക്കാരന്റെ മകൾ എന്ന് പറഞ്ഞ നാടകം വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിന്റെ കൂടെ തന്നെ ആ വർഷം ഞങ്ങൾ കുട്ടികളുടെ നാടകം കൂടി ചെയ്തു അല്ലെ. ചെറിയ ചെറിയ കുട്ടികളുടെ നാടകം, ക്യാമ്പ്, ഇതൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കൊറോണ വന്നു. ഞങ്ങൾ കൊറോണക്ക് മുന്നേ ആയിരുന്നു 3ാമത്തെ വാർഷികത്തിന്റെ ആലോചനയായിരുന്നു മാടയുടെ ലോകം എന്ന് പറഞ്ഞൊരു നാടകം ചെയ്യാൻ വേണ്ടി. അപ്പൊ കൊറോണ വന്നു. 2 വർഷത്തോളം അത് അവിടെ പെൻഡിങ് ആയിട്ട് നിന്നു. കൊറോണ ഏകദേശം നമ്മൾ തീരുന്ന സമയത്താണ് നമ്മൾ മയ്യിലിന്റെ ചരിത്രമായി ബന്ധപ്പെട്ട ഒരു നാടകം നമ്മൾ ചെയ്തത്. അത് അറാക്കൽ ഇരുൾവഴിയിലെ കനൽ നക്ഷത്രം കുഞ്ഞിരാമന്റെ നമ്മുടെ നാടിന്റെ കഥ പറയുന്നത്. അത് വളരെ ഭയങ്കര ആവേശകരമായ ഒരു പ്രതികരണമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും. ഒരുപാട് അഭിനേതാക്കൾ നമ്മൾ 10-40 ഏകദേശം 50 പേരോളം 40 പേര് അഭിനയിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ജനക്കൂട്ടം അഭിനയിക്കുന്ന പോലെയുള്ള ഒരു പ്രതീതി. അത് ശോഭി സൂര്യഗ്രാമം, ഇപ്പം കഴിഞ്ഞ വർഷം മരിച്ചു സൂര്യഗ്രാമമായിരുന്നു അത് സംവിധാനം ചെയ്തത്. അതിന് ഞങ്ങളൊരു ഏകദേശം 2000-2500 ആളുടെ മുമ്പിൽ നിന്നായിരുന്നു ആ നാടകം മയ്യിൽ ഗ്രൗണ്ടിൽ ഞങ്ങൾ അവതരിപ്പിച്ചത്. അതിന്റെ റിഹേഴ്സലൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി അതൊരു സാഹസികമായ ഭയങ്കര ഒരു വലിയ ഇതൊക്കെ വെച്ച്. അതിന്റെ ശരിയായ ആ നാടകത്തിനാണ് നമ്മുടെ ശരിക്ക് മയ്യിൽ നാടകക്കൂട്ടത്തിന്റെ സംഘാടന പ്രവർത്തനം അവിടെയാണ് നടന്നത്. 62 ദിവസത്തോളം അതിന്റെ റിഹേഴ്സൽ നടന്നു. അത് ഗണേഷ് പറഞ്ഞതുപോലെ തന്നെ 40-ലേറെ കലാകാരന്മാർ അതിൻ്റെ അകത്ത് അണിനിരന്നു. അത് കാണാൻ എത്തിയ ഒരു ജനസഞ്ചയം എന്ന് പറയുന്നത് 2500 മുകളിലാണ്. അതായത് അന്ന് നമ്മൾ 2500 കസേരകൾ മയ്യിൽ ഗ്രൗണ്ടിൽ നമ്മൾ പ്രേക്ഷകർക്കായിട്ട് ഒരുക്കിയിട്ടും അതിന് പുറത്തും അത് 3000-ഓളം പ്രേക്ഷകരത് കാണാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഒരു നാടകക്കൂട്ടത്തിന് തരുന്നൊരു വലിയൊരു സപ്പോർട്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ മാടിയുടെ ലോകം നമുക്ക് ഒരുപാട് സ്റ്റേജുകളിൽ കളിക്കാൻ പറ്റി. ഏകദേശം 8ഓളം സ്റ്റേജുകളിൽ ഞങ്ങൾക്ക് മാടിയുടെ ലോകം എന്ന് പറഞ്ഞിട്ട് നാടകം നമുക്ക് ചെയ്യാൻ പറ്റി.
അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ വർഷം ഒരു നാടകരാവ് വാർഷികത്തോടനുബന്ധിച്ച് നാടകരാവ് എന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങൾ ചെയ്തത്. അപ്പൊ അതിൽ 3 നാടകങ്ങൾ, കുട്ടികളുടെ നാടകം, ഒരു സോളോ, പിന്നെ ദ്വീപ് എന്ന് പറയുന്നത്, ആ ദ്വീപ് എന്ന് പറഞ്ഞ നാടകങ്ങളടക്കം 3 നാടകങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ അവതരിപ്പിച്ചത്. പിന്നെ അങ്ങനെ ഈ വർഷങ്ങളിൽ സജീവമായിട്ട് അതിലൊരു കൊല്ലം മാത്രമാണ് നമ്മൾ വാർഷികം എന്നുള്ള രീതിയിൽ കുട്ടികളുടെ നാടകം മാത്രം വെച്ചിട്ട് ഞങ്ങൾ ഒരു വാർഷികം. അത് ഈ നമ്മുടെ കൊറോണ സമയത്തായിരുന്നു, കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം. കാരണം അങ്ങനെ പബ്ലിക്കായിട്ട് വലിയ ആൾക്കാർ കൂടാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു വാർഷിക പരിപാടിയായിട്ട് പിന്നെ ഒരു കുട്ടികളുടെ നാടകം, അനൂപ് ലാൽ മാഷ് സംവിധാനം ചെയ്ത് കുട്ടികളുടെ നാടകങ്ങൾ നമ്മൾ അന്ന് ചെയ്തത്. അതും നമുക്ക് കുട്ടികളുടെ നാടകവും പല വേദികളിലായിട്ട് നമുക്ക് കളിക്കാൻ പറ്റി. ഈ ഞാൻ അതിന്റെ കൂട്ടിച്ചേർക്ക, ഈ നാടകം അവതരിപ്പിക്കുക മാത്രമല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാടക കളരി നടത്തിയിട്ടുണ്ട്, നാടകത്തിന്റെ ഒരു ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മളിപ്പം മേക്കപ്പ്, അതായത് കോസ്റ്റ്യൂം എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പ് തന്നെ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രവർത്തനം നമ്മൾ നടത്തിയത് അതാണ് പറഞ്ഞു വരുന്നത്. ഈ വർഷം നമ്മൾ നടത്തുന്ന 7ാം വാർഷികത്തിൽ നമ്മൾ 3 പുരസ്കാരങ്ങൾ സമർപ്പിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഗണേഷ് പറഞ്ഞതുപോലെ തന്നെ അറാക്കലിന്റെ ഇരുവഴിയിലെ കർണനക്ഷത്രം സംവിധാനം ചെയ്ത സോബി സൂര്യഗ്രാമം, തൃശ്ശൂരിൽ നിന്നൊരു സൂര്യഗ്രാമം എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ്. അവിടുന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ് സോബി എന്ന് പറയുന്നത്. അദ്ദേഹം പെട്ടെന്ന് അകാലത്തിൽ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഒരു നാടക രചനാ മത്സരം നമ്മൾ കേരളത്തിൽ അങ്ങോളമുള്ള നാടക രചയിതാക്കൾക്ക് വേണ്ടി സംഘടിപ്പിച്ചു. അതിൽ 73 നാടകങ്ങളാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ 3 നാടകങ്ങൾ, ഏറ്റവും നല്ല നാടകങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്ക് സമ്മാനം അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്ന ഒരു വേദി കൂടിയാണ് ഈ വർഷത്തെ വാർഷികം. ഈ വാർഷികത്തിൽ കളിക്കുന്ന വേലായുധന്റെ ഭീമൻ, അത് ഇതില് 1ാം സ്ഥാനം കിട്ടിയ നാടകം. ഈ രചനാ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയ നാടകമാണ് ഈ വർഷം നമ്മൾ വേദിയിൽ എത്തിക്കുന്നത്. ഒരു കാര്യം, അപ്പോ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളുണ്ടല്ലോ, നാടകം അവതരിപ്പിക്കണമെങ്കിൽ വലിയ ചെലവുണ്ട്. ഇതിന് ഈ മറ്റ് പ്രൊഫഷണൽ സമിതികളെ പോലെ ഒരു നാടകം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷം ഇതുകൊണ്ട് ഓടിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാം മറ്റു പല പണികളും ചെയ്യുന്നവരല്ല. എങ്ങനെയാണ് ഇതിന്റെ സാമ്പത്തിക വശം മീറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഇപ്പൊ കുട്ടികളെ വർക്ക്ഷോപ്പ് വെക്കണം, ഇത് വെക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതിലെങ്ങനെ മെമ്പർഷിപ്പ് ആണോ അല്ല സംഭാവന പിരിക്കുന്നുണ്ടോ? നമ്മള് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 100ഓളം വരുന്ന ഒരു മെമ്പർഷിപ്പ് ഉണ്ട്. അത് തുച്ഛമായ തുക മാത്രമാണ്, ഒരു 100 രൂപ മാത്രമാണ്. അത് എല്ലാ വർഷവും 100 രൂപ മാത്രമാണ് അതിന് തുച്ഛം. പക്ഷെ നമ്മൾ ഏത് വർഷവും നമ്മൾ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പേര് ചില സമയം അറിഞ്ഞിട്ടും അല്ലെങ്കിൽ നമ്മൾ സമീപിച്ചിട്ടും ഒരുപാട് പേരുടെ സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് മയിൽ തന്നെ ചില സമയം നമ്മൾ വാങ്ങിച്ചിട്ടില്ല, ഇങ്ങോട്ട് നമുക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതുകൂടാതെ നേരത്തെ ഗണേഷ് പറഞ്ഞതുപോലെ ചെറുപ്പകാലങ്ങളിൽ നമ്മളെ മയ്യിൽ താഴെയുള്ള യുവന വായനശാലയെ കേന്ദ്രീകരിച്ച് ഒരുപാട് പേരുണ്ട്. നമ്മളെ ചെറിയ സ്കൂൾ സമയങ്ങളിൽ നമ്മൾ നാടകം കളിച്ചവർ, അവർ പല സ്ഥലങ്ങളിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരിപ്പോഴും നാടകത്തോടുള്ള സ്നേഹം ഇപ്പോഴും നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അവരുടെ സഹായം, അതുപോലെ തന്നെ ഇവിടുത്തെ സഹകരണ ബാങ്കുകൾ, അതുപോലെ തന്നെ പൊതുസ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ഇവരൊക്കെ നമുക്ക് വളരെയധികം സഹായം ചെയ്തു. ഒരു നാടകമായിട്ട് അവിടെ പോകുമ്പോൾ ഒരു മിനിമം സഹായം നമുക്ക് ചെയ്യും. നമ്മൾ സപ്ലിമെന്റ് രൂപത്തിൽ ഒരു സപ്ലിമെന്റ് ഈ നാടകമായിട്ട് വന്നിട്ട് വാർഷിക സപ്ലിമെന്റ് നടത്തും. അതിൻ്റെ അകത്ത് അതാണ് പരസ്യത്തിലൂടെ നമ്മൾ ഈ രീതിയിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങളെ ഇപ്പൊ ഒരു നാടകം സെറ്റ് ചെയ്ത് വളരെ അധ്വാനിച്ച ഒരു നാടകം സെറ്റ് ചെയ്തു സ്റ്റേജിൽ കയറി നിങ്ങളത് ആദ്യം അവതരിപ്പിച്ചു. ഈ രീതിയിൽ സഹായം കിട്ടുന്നതിന് പുറമെ ഇതിന് കുറച്ച് സ്റ്റേജുകൾ കൂടി അവർ തരുവാണെങ്കിൽ അതല്ലേ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത്? അതെ, നമുക്ക് അങ്ങനെ സ്റ്റേജുകൾ ഇപ്പം നമുക്ക് നാടക സ്റ്റേജുകൾ കിട്ടുന്ന അവസരം വളരെ കുറവാണ്. കിട്ടണം അല്ലെ? കിട്ടണം. അതെന്താണെന്ന് വെച്ചാൽ പൊതുവേ ഇപ്പൊ നമുക്കറിയാം പ്രൊഫഷണൽ നാടകങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം നമ്മുടെ നാട്ടിൻപുറത്തുകളിലായാലും വായനശാലകളായാലും ഒരു അമേച്ചർ നാടക സമിതിക്ക് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഖേദകരമായ കാര്യമാണ്. അല്ല, ഈ സാമ്പത്തികം ഇപ്പൊ അജിത്ത് പറഞ്ഞതുപോലെ തരുന്ന കൂട്ടത്തില് ഇത് കൂടി കിട്ടിയാൽ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോ ഈ പ്രൊഫഷണൽ നാടകമല്ല, ഇത് അമേച്ചറാണെന്ന് പറഞ്ഞാലും ഇതിന് പ്രോപ്പർട്ടീസ് തയ്യാറാക്കാൻ വലിയ ചെലവില്ല. വലിയ ചെലവുണ്ട്. ഒരു നാടകം ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ ചെലവാണ് വരുന്നത്. ഏകദേശം ഒരു പ്രൊഫഷണൽ നാടകം ഒരു സ്റ്റേജിൽ കയറ്റുന്ന അതേ തരത്തിലുള്ള ചെലവ് ഇതിന് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ദൗർഭാഗ്യം ഇതെന്ന് പറഞ്ഞാൽ ഒരു നാടകമോ 1ഓ 2ഓ സ്റ്റേജ് കഴിഞ്ഞ് ആ നാടകം അവിടെ തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അത് പൊതുവെ വേദികൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ ഈ ആളുകളെ ഓരോ നാടകത്തിലും തിരഞ്ഞെടുക്കുന്ന നടീനടന്മാരെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ ആളുകൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ടോ അല്ല നിങ്ങൾ എന്തെങ്കിലും കളറി നടത്തി അതിൽ കണ്ടെത്തിയതാണോ? അല്ല, ഒരുവിധം നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ആൾക്കാരാണ്, നമുക്കറിയാം. പിന്നെ വളരെ താല്പര്യപ്പെട്ടിട്ട് വരുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്.
ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു നാടകം തുടങ്ങുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മെമ്പർമാരായ ആൾക്കാരുണ്ടാവും, നമുക്ക് അവരൊക്കെ അറിയാം അവരെത്രത്തോളം ചെയ്യുന്നുണ്ട് ഒരുപാട്. പിന്നെ ഇതൊക്കെ ഇതിലുള്ള അവരിലെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ പഴയ ഗ്രാമീണ കലാസമിതിയായിട്ടും ബന്ധപ്പെട്ട് ഒരുപാട് നാടകങ്ങൾ ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അവര് ഇന്നും അവരുള്ളിൽ ഈ പിന്നെ നാടകം അതൊക്കെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതിന്റെ താല്പര്യത്തിന്റെ പുറത്താണ് അവര് ഇവിടെ. അതല്ല ഞാൻ ചോദിച്ചത്, അതിന്റെ മറ്റൊരു വശം, ഒരു പ്രൊഫഷണൽ സമിതിയിലാകുമ്പോൾ അവരുടെ ജോലിയാണല്ലോ അഭിനയിക്കുന്നത്. അപ്പൊ അവര് പറയുന്നത് പോലെ അവർ ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഇപ്പം ഈ നാട്ടിൻപുറത്ത് ഓരോ ആളും ഓരോ കാഴ്ചപ്പാടായിരിക്കും നാടകത്തിന് അവർ കാണുന്നത്. പ്രൊഫഷണൽ നാടകത്തിൽ ലയിച്ചവരുണ്ടാവും, അമേച്ചർ നാടകത്തിന് തീരെ ഇഷ്ടപ്പെടാത്തവർ. ഇത് ഇങ്ങനെയുള്ള കുറെ ആളുകളുടെ ഒരു മിക്സ് ആയിട്ടാണല്ലോ നിങ്ങളുടെ അടുത്ത് അഭിനയിക്കാൻ വരുന്നത്. അവരെങ്ങനെയാണ് നിങ്ങൾ ഒറ്റ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നത്? അത് കുറച്ച് പണിയുള്ള കാര്യമല്ലേ? അത് അഭിനയിക്കാനുള്ള താല്പര്യം തന്നെയാണ് പ്രധാനം. അഭിനയിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഇവർ വരുന്നത്. നാടകവും അഭിനയവും അവരെ താല്പര്യത്തിന്റെ പുറത്ത് അതല്ല ഇതുകൊണ്ടാണ് വരുന്നത്. പിന്നെ ഈ പുതിയ സങ്കേതം അവരിലേക്ക് എത്തിക്കാൻ കുറച്ച് പണിയുണ്ടോ? അവർക്കൊക്കെ അറിയുന്ന ആൾക്കാരാണ് കൂടുതലും. നാടകത്തെ അറിയുന്ന ആൾക്കാരാണ് കൂടുതൽ. അവരുടേതായ രീതിയിൽ പല രീതിയിൽ നാടകങ്ങളിൽ വായനശാലകളിൽ ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് ഇതിനെ കുറിച്ചിട്ട് നമുക്കതിനെ കൂടുതൽ എങ്ങനെ ഡീറ്റെയിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ചെറിയ കളരികൾ ഒരു നാടകം തുടങ്ങുന്നതിന് മുമ്പേ ആ നാടകത്തിന് അനുസരിച്ച രീതിയിൽ കളരികളും അതിന്റെ കഥാപാത്രങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ കളരികളൊക്കെ നമ്മൾ ചെയ്യും. ഓരോ നാടകത്തിനും അത് ചെയ്യാം. ഓരോ നാടകത്തിന് എന്തായാലും അതിന്റെ അകത്തൊരു കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ പറ്റിയ രീതിയിലുള്ള കാസ്റ്റിംഗ് കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ ഉള്ള അവൈലബിലിറ്റി വെച്ചിട്ട് നമ്മൾ അതിൽ തന്നെ ചെറിയൊരു പിന്നെ ഇതൊക്കെ കൊടുത്തിട്ട് ഇംപ്രവൈസേഷൻ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ കണ്ടെത്തുന്ന ഒരു രീതിയുണ്ട്. ഗണേഷ് പറഞ്ഞതിന് ഒരു കൂട്ടിച്ചേർക്കൽ എന്ന് പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞു ഈ നാടക സ്നേഹികൾ നാടക പ്രവർത്തകരാണ് നാടകക്കൂട്ടത്തിന്റെ കൂടെയുള്ളത്. അപ്പൊ നാടക പ്രവർത്തകരായതുകൊണ്ട് തന്നെ നാടക അഭിനയത്തിലേക്കും അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള പ്രവർത്തനത്തിലേക്കും അവർ ലയിക്കുകയാണ്. അവരെ പ്രത്യേക ഒരു നമ്മൾ ഒരു ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ നാടകത്തെ സ്നേഹിക്കുന്നവരെ നാടക പ്രവർത്തകരാണ്. അപ്പൊ മയിൽ നാടകക്കൂട്ടത്തിന്റെ അഭിനേതാക്കൾ എന്ന് പറയുന്നത് ഈ നാടക പ്രവർത്തകരാണ്. അതാണ് അതിൻ്റെ സത്യാവസ്ഥത. ഒരു നാടകത്തിന് എത്ര റിഹേഴ്സൽ ഓരോന്നിനും വ്യത്യസ്തമാണെങ്കിൽ പോലും നമുക്കൊരു ആവറേജ് ദിവസം പറയാൻ പറ്റില്ല. എത്ര ദിവസം എടുക്കാൻ? നമ്മളിപ്പോ ചെയ്യുന്ന നാടകം 1 മണിക്കൂറിന് മുകളിലുള്ള നാടകങ്ങളാണ്. നമ്മളിപ്പോ ചെയ്ത നാടകങ്ങളൊക്കെ പിന്നെ വാർഷികമായിട്ട് ബന്ധപ്പെട്ട് വെക്കുന്ന നാടകങ്ങളൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വരുന്ന നാടകങ്ങളാണ്. ഏകദേശം ഒരു മാസം ഒരു 10-40 ദിവസത്തെ റിഹേഴ്സൽ ഞങ്ങൾ എന്തായാലും എടുക്കാറുണ്ട് ഈ നാടകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ നാടകത്തിലെ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൻപുറത്തുള്ളൊരു ബുദ്ധിമുട്ട് ഈ നടിമാരെ കിട്ടുക ആണല്ലോ. പണ്ട് മുതലേ വളരെ പണ്ട് പെൺവേഷം കെട്ടാറാണ്. ഇപ്പൊ അതൊക്കെ പോയി. എന്നാൽ പോലും ഈ മയിൽ നാടകക്കൂട്ടത്തിന് 7 വർഷമായിട്ട് അത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ല അതിനൊരു പരിഹാരമായിട്ട് ഈ മയിൽ നാടകക്കൂട്ടം മാറിയിട്ടുണ്ടോ? അങ്ങനെ പരിഹാരമായിട്ട് ഞങ്ങൾ മാറിയിട്ടില്ല. പക്ഷെ ഞങ്ങള് ഒരു നാടകം എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ നമുക്ക് വന്നു ചേരാറുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അറാക്കൽ നാടകത്തില് നമ്മളെ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് 8-9 പേരാണ്. പക്ഷെ അതിലൊന്നും നമുക്ക് യാതൊരു വിഷമവും ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ മയിൽ നാടകക്കൂട്ടം ഞാൻ അതിൻ്റെ അകത്ത് ചില ഓർമ്മപ്പെടുത്തലുകളും കൂടി നടത്തുകയാണ്. മയിൽ നാടകക്കൂട്ടം 2018 രൂപീകരിക്കുമ്പോൾ ഒരുപാട് നമ്മൾ രൂപീകരിച്ചതിന് ശേഷം എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നും ഫുൾ സപ്പോർട്ട് ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതിൽ നമ്മൾ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ ബാലേട്ടൻ അല്ലെ, അതുപോലെ തന്നെ അത് ജനപ്രതിനിധികൾ ഇപ്പം പല ആൾക്കാർ ആ സമയത്ത്, പിന്നെ മയിൽ പഞ്ചായത്തിന്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ അവര്, അങ്ങനെ എല്ലാവരുടെയും പിന്തുണയുണ്ട്. ഒരു പ്രത്യേക രാഷ്ട്രീയമോ സംസ്കാര അങ്ങനെയൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് വെച്ചു. അപ്പൊ അത് ഇന്നും തുടരുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ നമ്മൾ ഈ സംഘടന പ്രവർത്തനം നടത്തുമ്പോൾ അവരുടെ സപ്പോർട്ട് നിർബന്ധമായും വേണം. എന്നാലും ഒരു സംഘടനക്കെല്ലാം നമ്മൾ നാട്ടിൽ മുന്നോട്ട് പോകുക. അവരുടെ സപ്പോർട്ടിൽ ഇപ്പോഴും നമുക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. നമ്മൾ എന്ത് പരിപാടി നടത്തുമ്പോൾ ഇപ്പം അതിന്റെ ഒരു ഉദാഹരണമാണ് മയിൽ നാടകക്കൂട്ടത്തിന് പ്രത്യേക ഒരു ഓഫീസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു മയിൽ നാടകക്കൂട്ടത്തിന്റെ സ്ഥാപനവും നമുക്കില്ല. അപ്പൊ അതിന് ഓഫീസില്ല. നമ്മള് ഓഫീസുണ്ട്, നമ്മളൊരു റൂം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഓഫീസ് കൃപ കോംപ്ലക്സിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പ്രവർത്തിക്കാൻ പറ്റൂല. എന്ന് വെച്ചാൽ അതൊരു ചെറിയ റൂം മാത്രമാണ്. നമ്മൾ റിഹേഴ്സൽ നടത്താൻ നമുക്ക് വലിയൊരു പ്ലാറ്റ്ഫോം വേണം. അത് നമ്മൾക്ക് പലപ്പോഴും തന്നത് ഈ CRC ആണ്, മയിൽ CRC. ആ റൂമിൽ പോയാൽ നിങ്ങളെ നാടകപ്രവർത്തകരെ കണ്ട അവരെ ആളുകളുടെ ഇടയിൽ തന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടാവും. അതാണ്. അതായത് നമുക്ക് അതിനുള്ള ചില സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി തരുന്നത് ചില സമയം പിന്നെ മയിൽ CRC ആണ്, മയിൽ സ്കൂൾ ഓഡിറ്റോറിയമാണ്, മയിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ നാടകങ്ങളുടെ അതുപോലെ പഞ്ചായത്തിന്റെ എല്ലാം ഫുൾ സപ്പോർട്ടാണ് ഈ നാടക പ്രവർത്തനം മുന്നോട്ട്
മുന്നോട്ട് പോകാൻ ഇപ്പോഴും തന്നെ നമുക്ക് നമ്മൾ തന്നെ ഇപ്പം ഈ ലഹരിക്കെതിരെയും മറ്റുള്ള നാടകങ്ങളൊക്കെ ചെറിയ ചെറിയ നാടകങ്ങളൊക്കെ നമ്മൾ സമൂഹത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതിന്റെ ഒരു ഉദാഹരണമാണ്. ഗണേശാണല്ലോ കൂടുതൽ ഇതിന്റെ ഈ അവതരണത്തിലൊക്കെ ഇടപെടുന്നത്. മയിൽ നാടകക്കൂട്ടം തുടങ്ങിയിട്ട് 7 വർഷമായി. മയിലിന്റെ ഒരു നാടക രംഗത്ത് മയിൽ നാടകക്കൂട്ടത്തിന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? അതായത് മയിലെ നാടകരംഗം മയിൽ നാടകക്കൂട്ടത്തിന് മുൻപ് ശേഷം എന്ന രീതിയിൽ എന്തെങ്കിലും രീതിയിൽ അടയാളപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം മയില് എനിക്ക് തോന്നുന്നു മയിലിന്റെ ഒരു നാടകത്തിന്റെ ഒരു വസന്തകാലം തന്നെ മുന്നേ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലൊന്നും നമ്മൾ പറഞ്ഞില്ലേ ഇടക്കാലത്തൊന്ന് തളർന്നു പോയതിന്റെ അടുത്ത് നമ്മൾ ഒന്ന് ഉണർത്തിക്കൊണ്ട് വന്നു. ആ തളർന്നു കിടക്കുന്ന അതിനിടയിലാണല്ലോ ഈ നാടകക്കൂട്ടം വന്നത്. എനിക്ക് തോന്നുന്നു ഒരു ചെറിയ രീതിയിലുള്ള ചലനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നാടകക്കൂട്ടം അങ്ങനെ ഒരു ചലനം ഉണ്ടാക്കിയതിന്റെ പുറത്ത് ഈ പിന്നെയുള്ള വർഷങ്ങളിൽ ചില വായനശാലകളിലെല്ലാം നമ്മളെ അടുത്തുള്ള വായനശാലകളിലെല്ലാം പിന്നെ നാടകം സ്വയം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തും പിന്നെ നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും നമ്മളായിട്ട് സഹകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ വായനശാലയിലെ ആൾക്കാരിലെല്ലാം അവരൊക്കെ നമ്മളെ അടുത്ത് ഒരുപാട് വായനശാലകളുണ്ട്. ഈ വായനശാലകളിലും പിന്നെ നാടകങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു ചലനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് നമ്മള് അതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടതെന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പൊ മയിൽ നാടകക്കൂട്ടത്തിന് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകം എനിക്ക് തോന്നുന്നു 10 മേലെ വേദിയിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ഈ അതിനിടയിൽ ഏതെങ്കിലും നാടകം കണ്ണൂർ ജില്ല വിട്ടിട്ട് കളിച്ചിട്ടുണ്ടോ? കണ്ണൂർ ജില്ല വിട്ട് കളിച്ചിട്ടുണ്ട്. വടകര അല്ലെ മുച്ചിട്ട് കളിക്കാരന്റെ മകൾ കളിച്ചിട്ടുണ്ട്. അതാ ഞാൻ അതിൻ്റെ അകത്തൊന്ന് കൂട്ടിച്ചേർത്ത്. അതായത് ഒരു നാടകം നമ്മൾ ഒരു സ്ഥലത്ത് കളിക്കുമ്പോൾ നമ്മളൊരു പുറത്തുള്ളൊരു സംഘടന നമ്മളൊരു വലിയ പൈസയെല്ലാം പറയും. നമ്മൾ ഒരിക്കലും ആ രീതിയിലുള്ള ഒരു കമേഴ്ഷ്യൽ സൈഡിലേക്ക് പോകുന്നില്ല. നമുക്കുണ്ടായ എക്സ്പെൻസ് മാത്രം അതെന്ന് വെച്ചാൽ നമുക്കറിയാം ഓരോ കാര്യങ്ങളും സംഘടിപ്പിക്കാൻ, ഒരു പ്രവർത്തനം സംഘടിപ്പിക്കാൻ, ഒരു കലാപരമായ പ്രവർത്തനം സംഘടിപ്പിക്കാൻ ഇക്കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒരു വായനശാല നമ്മളെ നാടകം കളിക്കാൻ വിളിക്കുമ്പോൾ അവർക്ക് നമുക്ക് തരാനുള്ള ചെലവ് തരാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ നമ്മൾ എത്രയാണോ ചെലവ് അത് മാത്രമാണ് അവരോട് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ലൈറ്റിന്റെ പൈസ നിങ്ങൾ തന്നെ കൊടുത്താൽ മതി, അത് അവർക്ക് തന്നെ അവരെ ഏൽപ്പിക്കും. നമ്മൾ വെറും ട്രാൻസ്പോർട്ടേഷൻ, വേറൊരു ലാഭേച്ഛ എന്ന് പറയുന്ന ഒരു മനസ്സ്. പക്ഷെ വേറൊരു വിഷയമില്ല അജിത്തെ, ലാഭേച്ഛ ഇല്ലെങ്കിലും നിങ്ങളുടെ എക്സ്പെൻസ് ഒക്കെ അവര് മീറ്റ് ചെയ്താലും ഈ അഭിനയിക്കുന്ന പലരും അന്നേ ദിവസം ലീവാക്കിയിട്ടാണല്ലോ വരുന്നുണ്ടാവും. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതിന്റെ പൈസ എങ്ങനെയാണ്? അല്ല, ഞാൻ അത് നേരത്തെ പറഞ്ഞു. ഇത് പ്രവർത്തകരാണ്, നാടകത്തെ ഇഷ്ടപ്പെടുന്നവരാണ് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നത്. അവർക്ക് ഒരിക്കലും ഒരു ദിവസത്തെ തൊഴിൽ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു സങ്കടമോ അല്ലെങ്കിൽ നഷ്ടബോധം അടുപ്പ് വരില്ല. വരുന്നില്ല, ആരും വരുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ ഈ വർഷം നമ്മൾ ഈ ജനുവരി 25-ന് മയ്യിൽ ഓഡിറ്റോറിയത്തിൽ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കളിക്കുന്ന നാടകത്തിന് നമ്മൾ 14 പേരാണ് അഭിനയിക്കുന്നത്. ഈ 14 പേരിൽ ഇവിടെ റിഹേഴ്സലിന്റെ സമയത്ത് നമ്മൾ ചില ദിവസങ്ങളിൽ ഫുൾ റിഹേഴ്സലാണ് നടക്കുന്നത്. അവർ തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം ആ സമയത്ത് അവർക്ക് ആ നഷ്ടബോധമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ നാടകത്തെ സ്നേഹിക്കുന്നു, നാടക പ്രവർത്തകരാണ്. നാടകം നാട്ടില് എന്താ പറയുക ഒന്ന് ഉണർത്തെഴുന്നേൽപ്പിക്കണം എന്നുള്ള ബോധമുള്ളവരാണ്. അപ്പോൾ അതിന്റെ ഒരു നഷ്ടബോധം അവർക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല എന്നാണ് ഒരു സംഘാടകൻ എന്ന നിലയിൽ എനിക്ക് അനുഭവിച്ചറിഞ്ഞത്. ഈ ഒരു 7 വർഷം ആയ സ്ഥിതിക്ക് ചോദിക്കുകയാണ്, ഇതിന്റെ തുടക്കത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതൊക്കെ നിങ്ങൾ തരണം ചെയ്ത് കഴിഞ്ഞോ? ഇനി എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്വപ്നം? നാടകം മയിലിന്റെ ഒരു നാടക മേഖലയിൽ പരിവർത്തനം ഉണ്ടാക്കല് അതല്ല ഞാൻ ചോദിച്ചത്. ഈ മയിൽ നാടകക്കൂട്ടം എന്ന ആ ഒരു സംരംഭത്തിന് ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ആവശ്യമുണ്ടത് എന്ന് തോന്നുന്നത്? ഈ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് എന്തൊക്കെയാണ്? നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ കലോത്സവ വേദികളിലൂടെയാണല്ലോ നാടക പ്രവർത്തനങ്ങളെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്നത്. അതിപ്പം വളരെ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം ഒന്ന് മെച്ചപ്പെടുത്തണം. അതുപോലെ തന്നെ കുട്ടികളുടെ നാടക കളരികൾ വെച്ചിട്ട് അവരെ നാടകത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം. ഒരുപാട് കുട്ടികൾ നമുക്കറിയാം ഇന്നത്തെ അവസ്ഥ മൊബൈലിന്റെ പിറകെ പോകുന്ന റീൽസ് അതെല്ലാം വേണം. പക്ഷേങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ ഇങ്ങനത്തെ നമ്മുടെ നാട്ടിന്റെ ചില കലാപ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒന്നും കൂടി മാറ്റിയെടുത്തുകൊണ്ട് കുട്ടികൾ നാടകത്തിൽ വന്നാൽ മാത്രമേ ഭാവിയിൽ നാടകങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ പ്രായമുള്ളവർ പിന്നെ നമ്മൾ റവന്യൂക്കുള്ളിൽ പോകുമ്പോൾ പുതിയ നാടകവുമായിട്ട് വരേണ്ടത് യുവതലമുറയാണ്. അവരെ നാടകത്തിലേക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട. ഇങ്ങോട്ട് താല്പര്യം കാണിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അല്ല, അതിന്റെ കൂടെ ഞാൻ ചോദിച്ചത് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അല്ല ഇതുപോലെ തന്നെ പോയാൽ മതി എന്നാണോ? അല്ല, ഇപ്പൊ ഒരു റിഹേഴ്സൽ നടത്താൻ ആരുടെയെങ്കിലും ഒരു വായനശാലകൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്ഥാപനങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു.
അതിന് സ്വന്തമായ ഒരു ഇടം, ഈ നാടക കളരിയൊക്കെ നടത്താനുള്ള ഒരു അങ്ങനെ ഒരു കെട്ടിടം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കുണ്ട്. അതായത് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് കെട്ടിപ്പടുത്തണം. പക്ഷെ നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ ഒരു സ്ഥലവും ഒരു കെട്ടിടങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന്റെ ഭാരിച്ച സാമ്പത്തിക ബാധ്യത. പക്ഷെ അതല്ല നമ്മൾ മറികടക്കുന്നുള്ള ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ ഗണേഷ് ആദ്യം മുതലേ ഇതിനൊരു രൂപം കൊടുത്ത ആൾ കൂടിയാണല്ലോ. ഏതെങ്കിലും ഘട്ടത്തിൽ, അതായത് ഈ ആളുകളോട് ആളുകൾ വരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ റിഹേഴ്സലിന് കൃത്യമായ ആളുകൾ വരാത്തതുകൊണ്ട്, നാടകത്തിന്റെ ചെലവ് കൊണ്ട് എന്തെങ്കിലും ഘട്ടത്തിൽ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? അങ്ങനെ തോന്നാറില്ല. കാരണം ഞങ്ങളിപ്പം കൊല്ലത്തില് ഒരു നാടകങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു നാടകം നമ്മൾ ചെയ്യും, അത് നമ്മൾ വാർഷികത്തോടനുബന്ധിച്ച് ഒരു നാടകം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടുന്ന കുറച്ച് ആൾക്കാരുടെ ടീം ഞങ്ങൾക്ക് കൂട്ടായ്മ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അനൗൺസ്മെന്റ് കേട്ടാൽ മതിയല്ലേ ആളുകൾ? അവര് വരും, അവർക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് അങ്ങനെ ഒരു മടുപ്പ് എന്ന് പറഞ്ഞില്ല. നമ്മൾ കൊല്ലത്തിലും ആ സമയമാകുമ്പോൾ പക്ഷെ ഇപ്പോഴത്തെ നമുക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ മയില് നല്ലൊരു ഓഡിറ്റോറിയം ഇല്ല. പിന്നെ നാടകം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നല്ലൊരു സ്റ്റേജ് ഇല്ല. ഞങ്ങളിപ്പം സ്കൂൾ ഓഡിറ്റോറിയം ഒക്കെ ബന്ധപ്പെടുന്നത് അതും അത്ര നാടകത്തിന് പറ്റിയൊരു അപ്പൊ നല്ലൊരു തിയേറ്റർ ആയിട്ട് ബന്ധപ്പെട്ടൊരു ഇതില്ല. അങ്ങനെ അതിന്റെ ഒരു പരിമിതി ഇവിടെ ഉണ്ട്, മയിലുണ്ട്. പിന്നെ ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളിപ്പോ ഒരു പെർമനന്റ് തിയേറ്റർ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം കുറച്ച് ആൾക്കാർ ഉൾക്കൊള്ളുന്നും കാണാൻ പറ്റുന്ന രീതിയിൽ ചെറിയ നാടകങ്ങൾ ഒരു സ്വപ്നമുണ്ട്. അതൊക്കെ നമ്മൾ മുമ്പേ പറയുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ കൂടെ പറയുന്നത് നമ്മളിപ്പോ ഒരു ഓപ്പൺ തിയേറ്റർ മയിൽ അത്യാവശ്യമാണ്. കാരണം ഇതുപോലുള്ള നമുക്ക് പല സ്ഥലത്തു നിന്നുള്ള നാടകങ്ങൾ നമ്മളെ ആൾക്കാർ കാണണം. നമ്മളെ നാട്ടിൽ ഇപ്പൊ അമേച്ചർ നാടക മേഖലയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് നല്ല നല്ല നാടകങ്ങൾ നമ്മുടെ സംസ്ഥാനത്തല്ല ഇന്ത്യന്റെ പല ഭാഗത്തായിട്ട് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് അങ്ങനെയുള്ള നാടകങ്ങൾ ഇവിടെ കൊണ്ടുവരാനോ നമുക്ക് കളിപ്പിക്കാനോ പറ്റാത്തതിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് നല്ലൊരു തിയേറ്റർ ഇല്ലാത്തതാണ്. ഒരു ഓപ്പൺ തിയേറ്റർ നമുക്ക് അതൊക്കെ നമ്മൾ ഈ നാടിന് ആവശ്യമാണ്. അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ ഒരുപാട് നാടകങ്ങൾ ഇനിയും വളരും. അല്ല, ഇതിപ്പം കുറെ ആളുകൾ കേൾക്കുന്നുണ്ടാവും. അത്തരത്തിലെ ഒരു സമീപനം ചിലപ്പോൾ ഉണ്ടായേക്കും. ഈ 7 വർഷം കൊണ്ട് നിങ്ങൾ ഇപ്പൊ ഈ നാടക രംഗത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത് നിങ്ങളുടെ ഒരു ആസ്തിയാണ്. അതല്ലാതെ ഈ ചെറിയ ചെലവൊക്കെ കഴിഞ്ഞ് ബാക്കി വരുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മയിൽ നാടകക്കൂട്ടം സ്വന്തമായിട്ട് എന്തൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്? ഇപ്പോൾ ഞാൻ ചോദിച്ചത് ലൈറ്റോ അല്ല സൗണ്ട് അങ്ങനെ എന്തെങ്കിലും, അല്ല കർട്ടൻ അങ്ങനെ എന്തെങ്കിലും ചെറുതായ എന്തെങ്കിലും ഒക്കെ സ്വന്തമായിട്ടുണ്ടോ? ഇപ്പോൾ അതുണ്ട്, സൗണ്ട് സിസ്റ്റം ഉണ്ട്. നമുക്ക് കർട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ നാടകം കഴിഞ്ഞോട്ട് തന്നെ ഈ ലൈറ്റ് സിസ്റ്റം വാങ്ങിക്കാൻ നമ്മൾ തയ്യാറായതാണ്. പക്ഷെ നമുക്ക് ആ വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ഈ വർഷം നമ്മളത് എന്തായാലും നമ്മളത് വാങ്ങിക്കും. ബാക്കി തലങ്ങൾ മുഴുവൻ നമുക്കുണ്ട്. നമ്മൾ വാടകക്കൊന്നും തലങ്ങൾ കൊണ്ടുവരുന്നില്ല. നാടകത്തിന് വേണ്ട പ്രോപ്പർട്ടീസിൽ ഭൂരിഭാഗവും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് വാർഷികം വരുവാണല്ലോ, 7ാം വാർഷികം. അതെ അതെ. ഇപ്പൊ ഞായറാഴ്ച 25-ന് വാർഷികം. ആ ഒരു നാടകം അതിനെപ്പറ്റിയും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. എന്റെ റിഹേഴ്സൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? അതെ. നേരത്തെ പറഞ്ഞു അത് 1ാം സ്ഥാനം കിട്ടിയ നാടകമാണ്. എന്താണ് അതിന്റെ ഒരു തീം? നാടക മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയ നാടകമാണ് വേലായുധന്റെ ഭീമൻ. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഭീമൻ എൻ്റെ ഒരു എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഒരു നാടകത്തിലുള്ള ഒരു നാടകമാണ് ഇത് ചെയ്യുന്നത്. അതില് ഒരു വേലായുധം എന്ന് പറയുന്ന ഒരാള് നമ്മളൊരു സങ്കല്പത്തിലുള്ള ഒരു ഭീമൻ ഉണ്ട്. അപ്പൊ വേലായുധം എന്ന ആള് ഭീമൻ ചെയ്യുന്നു. അപ്പൊ അതുകൂടി ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നങ്ങളെല്ലാം കൂടിയിട്ടുള്ള ഇതാണ്. നല്ലൊരു രാഷ്ട്രീയ നാടകമാണ്. ഒരു സറ്റയർ ആണോ? അല്ല, അത്ര സീരിയസ് അല്ല, തമാശ ഇതെല്ലാം അങ്ങനെയുള്ള ഒരു നാടകമാണ്. വളരെ കാലിക പ്രശസ്തിയുള്ള ഒരു തീമാണത്. 1.5 മണിക്കൂറോളം നമ്മൾ അന്നത്തെ പ്രോഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൃത്യം 6:30 മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിലാണ് നടക്കുക. അതിൽ നമ്മള് നമ്മുടെ വാർഷിക ഉദ്ഘാടന ചടങ്ങിൽ പുരസ്കാര വിതരണമുണ്ട്. നമ്മളതിന്റെ പ്രധാനപ്പെട്ട ഉദ്ഘാടകനെ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എന്നാലും നാടകത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രിയനന്ദ് അതിൽ നിർബന്ധമായിട്ട് ഇപ്പൊ ഇതിന്റെ തലപ്പത്തുള്ളവരുടെ പേര് കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നാടകക്കൂട്ടത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇതിന്റെ ഇപ്പൊ കമ്മിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത്. സെക്രട്ടറി ഇപ്പം ഷീനു മലപ്പട്ടമാണ് സെക്രട്ടറി. ഒരു അഭിനേതാവും കൂടിയാണ്, വലിയ നാടക പ്രവർത്തകനും കൂടിയാണ്. ഇതിന്റെ എല്ലാമാണ് ഷീനു മലപ്പട്ട. അതേപോലെ തന്നെ ഒരാളാണ് മോഹനൻ മാസ്റ്റർ, പ്രസിഡന്റ്. അപ്പൊ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ അതും കൂടി ഒന്ന് പറയാം. ഇത് നമ്മൾ തുടക്കം ഇതിന്റെ ഓർമ്മിക്കണമല്ലോ. അപ്പൊ മയിൽ നാടകക്കൂട്ടം 2018 ആദ്യ തവണ രൂപീകരിച്ചത് അതിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് സുരേഷ് ഓവിയായിരുന്നു. പ്രസിഡന്റ് ബാബു പണ്ണേരി ആയിരുന്നു. പിന്നെ നമ്മൾ ഓരോ വർഷവും ഇതിന്റെ നേതൃത്വ
മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ മാറ്റം വന്നത്. അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ ചെയർമാനായിട്ട് ഓരോ സംഘാടക സമിതിയിലെ ചെയർമാൻ വരും. അതുപോലെ തന്നെ അതിൽ പല ആൾക്കാരും ഉണ്ടായിരുന്നു. ഒരു പരിപാടിയിൽ ബിജു കണ്ടകി ചെയർമാനായിരുന്നു, ഹരീഷ് മാഷ് ചെയർമാനായിട്ടുണ്ട്. അങ്ങനെ പല ആൾക്കാരും ഇതിന്റെ ചെയർമാനായിട്ടും അതിന്റെ കൺവീനറായിട്ട് പിന്നെ പല വർഷങ്ങളിലും ഞാൻ തന്നെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഈ അടുത്ത ആഴ്ച ഈ ഞായറാഴ്ചത്തെ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും നമ്മള് ഈ പരിപാടി കാണുന്ന എല്ലാവരെയും ക്ഷണിക്കുകയാണ്. 25-ാം തീയതി നമ്മള് ഇതിന്റെ ഉപഹാര സമർപ്പണം, അതുപോലെ തന്നെ നാടകാവതരണം, ഇതിന്റെ കൂടെ CRCന്റെ വാർഷികം കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സംയുക്തമായിട്ടാണ് ഈ വർഷത്തെ നാടകക്കൂട്ടത്തിന്റെ വാർഷികം നടക്കുന്നത്. അതായത് നമുക്ക് എല്ലാം സൗകര്യം ചെയ്തിരുന്ന മയ്യിൽ CRC ഈ നാടകം നമ്മൾ റിഹേഴ്സൽ നടത്തും. പല വർഷങ്ങളും മയ്യിൽ CRC ആണ് നമുക്ക് ഇതിന്റെ മുകളിലത്തുള്ള വലിയ ഹാള് നമ്മൾ റിഹേഴ്സലിന് വേണ്ടിയിട്ട് നമുക്ക് സൗകര്യം ചെയ്തു കൊടുത്തിരുന്നത്. അപ്പം മയ്യിൽ CRCയുടെയും മയ്യിൽ നാടകക്കൂട്ടത്തിന്റെ സംയുക്ത വാർഷികമാണ് ഈ വർഷം ഈ ജനുവരി 25-ന് ഇവിടെ നടത്തുന്നത്. ഈ പരിപാടിയിലേക്ക് ഈ പ്രേക്ഷകരെ മുഴുവൻ, ഈ പരിപാടി കാണുന്ന എല്ലാ പ്രേക്ഷകരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. കൃത്യം 6:30 തന്നെ മയ്യിൽ ഓഡിറ്റോറിയത്തിൽ എല്ലാവരും എത്തണം. വിശിഷ്ട വ്യക്തികളുണ്ടാവും. അപ്പം കൃത്യമായിട്ട് നല്ല രീതിയിൽ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു നാടകം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഈ 7ാം വാർഷികം വലിയ വിജയമാവട്ടെ. അതുപോലെ തന്നെ മയിലിൻ്റെ നാടക മേഖലയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മയിൽ നാടക കൂട്ടത്തിന് മുന്നേറാൻ പറ്റട്ടെ. നിങ്ങളുടെ ഈ ആഗ്രഹം പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ഓപ്പൺ എയർ തിയേറ്റർ സമീപ ഭാവിയിൽ തന്നെ മയിലേക്ക് വരട്ടെ. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് നന്ദി. ഓക്കെ, താങ്ക് യു. കാലം പറയുന്ന കഥകളുമായി കാലം മറന്നൊരു തലമുറയ്ക്കായി, പറയുന്ന കഥകളുമായി കാലം മറന്നൊരു തലമുറയ്ക്കായി ഒരുമിച്ചു കൈകോർത്തു കൂട്ടമായി മയ്യിൽ നാടകക്കൂട്ടം, മയ്യിൽ നാടകക്കൂട്ടം, മയ്യിൽ നാടകക്കൂട്ടം, മയ്യിൽ നാടകക്കൂട്ടം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാടകത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. പുതിയ വിഷയവുമായി വീണ്ടും കാണാം.